കേന്ദ്ര മന്ത്രിതല കമ്മിറ്റിയുടെ വിലയിരുത്തലിന് ശേഷം കൂടുതൽ സഹായങ്ങൾ വയനാടിനായി നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്രം വയനാടിനെ അവഗണിക്കുകയാണെന്ന് മന്ത്രി രാജൻ പറഞ്ഞു. ത്രിപുരയിൽ IMCT ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം കാണാൻ, സംഭവങ്ങൾ പരിശോധിക്കാൻ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ത്രിപുരയ്ക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 40 കോടി രൂപ അഡീഷണൽ അസിസ്റ്റൻസായി പ്രഖ്യാപിച്ചത് അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തേ കേരളം മാത്രം ഒരു കുറ്റം ചെയ്തു? ആവർത്തിക്കുന്നില്ല ഞാൻ. സിക്കിമിന് കിട്ടിയ പണം, ഹിമാചലിന് കിട്ടിയ പണം, കർണാടകയ്ക്ക് കിട്ടിയ പണം, തമിഴ്നാടിന് കിട്ടിയ പണം, ത്രിപുരയ്ക്ക് കിട്ടിയ പണം. കേരളത്തിന് ഈ പ്രവചനങ്ങളിൽ ഈ വിധത്തിൽ വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടായതായി കാണുന്നുണ്ടോ? സുപ്രീം കോടതി തന്നെ ബംഗാളിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളെ കൃത്യതയോടുകൂടി നോക്കി കണ്ടപ്പോൾ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് സുപ്രീം കോടതി വിലയിരുത്തേണ്ടായല്ലോ. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. ഒരു ജനാധിപത്യ രാജ്യത്ത് കേരളം അർഹിക്കുന്നതാണിത്. ഏതെങ്കിലും വിധത്തിലുള്ള ഔദാര്യത്തെക്കുറിച്ചല്ല കേരളം പറയുന്നത്. കേരളം അർഹിക്കുന്നതാണിത്. ഇക്കാര്യത്തിൽ കൂട്ടായ ഒരു ചിന്തയുണ്ടാകണം കേരളത്തിന്. ത്രിപുരയ്ക്കും സിക്കിമിനും ഹിമാചൽ പ്രദേശിനും ഉൾപ്പെടെ പ്രളയ ദുരിതാശ്വാസമായി വൻ തുകകൾ നൽകിയപ്പോൾ കേരളത്തോട് അവഗണന തുടരുകയാണ്. സംസ്ഥാന സർക്കാർ അനുകൂല തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ.